ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. എല്ലാവരും വീട്ടിൽ വിഷുക്കണിയൊക്കെ കണ്ടോ? എന്തൊക്കെയാണ് വിഷു വിശേഷങ്ങൾ? അപ്പോൾ നിങ്ങളെല്ലാവരും തിരക്കാണെന്നറിയാം. അപ്പോൾ ഇത് കഴിഞ്ഞ വീക്കിലെടുത്തിട്ടുള്ള വീഡിയോ ആണ്, തേഴ്സ്ഡേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് നമ്മുടേത്. നമ്മുടെ വിഷു വിശേഷങ്ങളൊക്കെ വരുന്ന വ്ളോഗ്സിലൊക്കെ കാണിക്കാം. രാവിലെ തന്നെ എഴുന്നേറ്റ് നേരെ നമ്മുടെ ഗാർഡനിലേക്കൊന്ന് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ 10 മണി പൂക്കളൊക്കെ നന്നായിട്ട് തന്നെ വിടർന്ന് നിൽക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയാണ്. മാത്രമല്ല ഇന്ന് രാവിലെ ആണെങ്കിൽ ചെറിയൊരു മഴച്ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസത്തിന് ശേഷം ഒരു മഴ ചെറുതായിട്ടൊന്ന് ചാറ്റിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ല ചൂടാണെന്നാലും അപ്പോൾ രാവിലെ തന്നെ വ്യാഴാഴ്ച ആയ കാരണം കൊണ്ട് ഒന്ന് ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് പോകുന്നത്. അപ്പോൾ ഈ സമ്മർ സമയത്ത് ഇവിടെ കുറേ പ്രത്യേക തരത്തിലുള്ള ചില മരങ്ങളൊക്കെ പൂവിടാറുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പുറത്ത് പോയപ്പോഴത്തേക്കും ശ്രദ്ധിച്ചായിരുന്നു കേട്ടോ. ഈ ഒരു ലാവൻഡർ കളറിലുള്ള പൂവ് നല്ല രസമാണ് ഇത് കാണാനായിട്ട്. എനിക്കിതിൻ്റെ പേരറിയത്തില്ല എന്താണെന്ന്. അപ്പോൾ ഈ ഒരു സമ്മർ ടൈമിലാണ് ഈ മരം ഇങ്ങനെ പൂക്കുന്നത്. ഇതിങ്ങനെ തണൽ മരമായിട്ട് ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ വെച്ചേക്കുമല്ലോ. നമ്മുടെ ഈ ലേക്കിൻ്റെ ആ ഭാഗത്തൊക്കെ ഇതിൻ്റെ മരം നിപ്പുണ്ട്. നല്ല ഭംഗിയാണ്. അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് ഞാനത് കാണിക്കാം കേട്ടോ. പിന്നെ ഈ ഒരു മഞ്ഞ കളറ് പൂവ് കണ്ടോ, ഇതും നല്ല രസമാണ് കാണാനായിട്ട്. ഇത് നമ്മൾ മെയിൻ റോഡിൽ പോകുന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് തന്നെയാണ്. ഇത് ആവാരം പൂവിൻ്റെ ഒരു ചെടിയാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കറിയത്തില്ല അതാണോന്ന്. പക്ഷേ നല്ല രസമാണ് കാണാനായിട്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു ഏപ്രിൽ മാസം എന്ന് പറയുന്നത് വിഷുക്കാലമല്ലേ. അപ്പോൾ മഞ്ഞ കളറിലുള്ള പൂക്കൾ ഒരുപാട് പൂക്കുന്ന ഒരു കാലമാണല്ലേ. പിന്നെ മാത്രമല്ല നമ്മുടെ കണിക്കൊന്നയെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് പൂത്തൊലഞ്ഞ് കിടക്കും. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ അതൊക്കെ ഇന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോയിട്ട് നേരെ ഞങ്ങൾ മാർക്കറ്റിലേക്ക് കയറിയായിരുന്നു. അപ്പോൾ മാർക്കറ്റിലേക്ക് വന്നപ്പോഴത്തേക്ക് ഓപ്പൺ ആവുന്നതേ ഉള്ളൂ കേട്ടോ. ആമിയെ സ്കൂളിൽ വിട്ടിട്ടാണ് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോയത്. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ എടുക്കണമായിരുന്നു. എല്ലാമൊന്നും എടുക്കുന്നില്ല. നമുക്ക് വിഷുവിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ പിന്നീടാണ് നമ്മൾ പോയി പർച്ചേസ് ചെയ്യുന്നത്. ഇതിപ്പോൾ തൽക്കാലം അന്നത്തെ 2-3 ദിവസത്തേക്ക് വേണ്ടിയിട്ട്, ആ ഒരു വീക്കിലത്തേക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഒരുപാടൊന്നും എടുത്തിട്ടില്ലേ. നമുക്കിപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന കുക്കുംബർ ജ്യൂസ് അടിക്കാനുള്ള കുക്കുംബറും മറ്റുമൊക്കെയാണ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഈ അമ്മച്ചിയുടെ പൂക്കടയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാട്ടി നല്ല സ്നേഹമാണ് കേട്ടോ. ഞങ്ങൾ ഈ പാട്ടിയുടെ അടുത്തു നിന്ന് മാത്രമാണ് മേടിക്കുന്നത് പൂവ്. കാരണം നമുക്ക് സ്ഥിരമായിട്ട് മേടിച്ച് നല്ല പരിചയമായി. പിന്നെ ഹസ്ബൻഡിന് ഇങ്ങനെ വഴിയോരത്തിരിക്കുന്ന ഇങ്ങനത്തെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൂക്കൾ മേടിക്കാനാണ് കേട്ടോ ഇഷ്ടം. ഞങ്ങൾ സ്ഥിരമായിട്ട് അങ്ങനെ മേടിക്കുന്ന 1-2 കടകളുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്കല്ല പോകുന്നത്. നമുക്കിനി മാർക്കറ്റിലേക്ക് കയറണം. വേറെ 1-2 സാധനം കൂടി മേടിക്കണം കേട്ടോ. ഇത് വേറൊരു മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വരുന്ന വഴിയിൽ ആ ലേക്കിൻ്റെ അവിടെയും ആ പർപ്പിൾ കളറുള്ള ആ ഒരു ലാവൻഡർ കളറിലുള്ള പൂക്കൾ ഉണ്ടെന്നുള്ളത്. പിങ്ക് കളറിലാണ് ഇരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ സൈഡിലും കണ്ടോ, 2 സൈഡിലായിട്ട് ഇങ്ങനെ മഞ്ഞ കളറിലുള്ള പൂക്കൾ ഇങ്ങനെ പൂത്ത് നിൽപ്പുണ്ട്. ഈ യാത്ര ചെയ്യുന്നതിനിടയിൽ തന്നെ കുറച്ച് വിശേഷങ്ങളും കൂടി പറയാം. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഒരു ഏപ്രിൽ മാസം എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു മാസമാണ്. വിഷു ആയതുകൊണ്ട് മാത്രമല്ല കേട്ടോ, എൻ്റെ ബർത്ത്ഡേ വരുന്നതും ഈ ഏപ്രിൽ 25-നാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മാസമാണ് കേട്ടോ. ജാനുവരി ഡിസംബർ മാസം പോലെ തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മാസമാണ് ഇത്. അതേ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ വരുന്ന വഴിക്ക് കണിക്കൊന്ന പൂക്കളുള്ള സ്ഥലങ്ങളുണ്ടെന്ന്. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി. കുട്ടിക്കാലത്തെ നമ്മുടെ വിഷു ഓർമ്മകളെന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു ടൈം മാർച്ച് ലാസ്റ്റോട് കൂടി നാട്ടിലാണെങ്കിൽ സ്കൂൾ അടയ്ക്കും അല്ലേ, വെക്കേഷനൊക്കെ അല്ലേ. പക്ഷേ ഇവിടെ ചെന്നൈയിൽ അങ്ങനെയല്ല കേട്ടോ. തമിഴ്നാട്ടിലൊക്കെ ഏപ്രിൽ മാസം ലാസ്റ്റാണ് സ്കൂൾ അടയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷു സമയത്തൊക്കെ ഇവിടെ എക്സാമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആമിക്കും എക്സാം നടക്കുന്നതേ ഉള്ളൂ. ഇടയ്ക്ക് വെച്ചിട്ട് ആരോ ഒരു വ്ളോഗിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആമിക്ക് സ്കൂൾ അടച്ചില്ലേന്ന്. സ്കൂൾ അടച്ചിട്ടില്ല കേട്ടോ. ഏപ്രിൽ ലാസ്റ്റ് വീക്കാണ് അവർക്ക് സ്കൂൾ അടയ്ക്കുള്ളൂ. ഇപ്പോൾ എക്സാം നടക്കുവാണ്. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് വെക്കേഷൻ മെയ് മാസം മാത്രം 1 മാസമാണ് വെക്കേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിലായിരിക്കുള്ളൂ നാട്ടിലൊക്കെ പോകുന്നത്. ഇത്തവണ നമ്മൾ പോകണോ വേണ്ടതെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ വിഷു ഓർമ്മകളെന്ന് പറയുന്നത്, നമ്മളിങ്ങനെ നാട്ടിൽ വെക്കേഷൻ ആകുമ്പോഴത്തേക്കും അമ്മയുടെ വീട്ടിലൊക്കെ എന്നെ കൊണ്ടുപോകും.
അമ്മാമ്മയുടെ വീട്ടിൽ. പിന്നെ അവിടെ ആയിരിക്കും 1 മാസത്തോളം. പിന്നെ സ്കൂൾ തുറക്കുന്ന സമയത്ത് 2 മാസത്തോളം അവിടെ ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ സ്കൂൾ തുറക്കുമ്പോഴായിരിക്കും ഞാൻ വരുന്നത്. പിന്നെ നിങ്ങളുടെ കുട്ടിക്കാലത്തെ വിഷു എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നമ്മുടെ കമൻറ്റിൽ അറിയിച്ചേക്കണേ. കാരണം 90s കിഡ്സ് ആയിരിക്കും കൂടുതലായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയത്തില്ല. അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങളും പഴയകാല ഓർമ്മകളൊക്കെ ഒന്ന് പൊടിതട്ടി എടുത്തോളൂ. നിങ്ങൾ എന്തായാലും കമൻറ്റ് അറിയിക്കുക കേട്ടോ. കമൻറ്റ് നിങ്ങൾ ഇടുമ്പോഴത്തേക്ക് എനിക്ക് വായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളായിരിക്കുമല്ലോ വിഷു ഓർമ്മകളെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് പഴയ കാലത്തിലേക്കൊന്ന് തിരിഞ്ഞ് നോക്കാം അല്ലേ. മറക്കാതെ കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഇതിനിടയിൽ തന്നെ നമ്മൾ ഈ മാർക്കറ്റിൽ പോയത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മയിൽപ്പീലിയും ഇതുപോലെ മഞ്ഞപ്പട്ടും മേടിക്കണമായിരുന്നേ. അപ്പോൾ ഈ മയിൽപ്പീലി ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. എനിക്ക് മയിൽപ്പീലി മേടിക്കണമെന്ന് കുറേ വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. എൻ്റെ വീട്ടിലും ഇല്ല. അപ്പോൾ ഇന്ന് എന്തായാലും എനിക്ക് മേടിച്ചേ പറ്റുള്ളൂ എന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് ഞങ്ങൾ മാർക്കറ്റിൽ ഇനി അന്വേഷിക്കാനായിട്ട് കടയില്ല കേട്ടോ. അങ്ങനെ അവസാനം ഞങ്ങൾക്ക് ഒരു ഫാൻസി സ്റ്റോറിൽ നിന്നാണ് കിട്ടിയത്. ഞങ്ങൾ അങ്ങാടിക്കടയില്ലേ, നാട്ടുമരുന്ന് കടയെന്ന് ഇവിടെ പറയും, അവിടെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ അന്വേഷിച്ചപ്പോഴത്തേക്കും അങ്ങനെ 1-2 മരുന്ന് കടയിൽ പോയി, അവിടെ ഒന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ അവസാനം ഞങ്ങൾക്ക് ഒരു ബായിയുടെ കടയിൽ പോയിട്ടാണ് ഞങ്ങൾ ഈ മയിൽപ്പീലി മേടിച്ചത് കേട്ടോ. അപ്പോൾ കിട്ടിയപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി. ഒരെണ്ണത്തിന് 15 രൂപയാണ് കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലം 3 മേടിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ നാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് റേറ്റ് കൂടുതലാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് മേടിക്കുന്നത്. പിന്നെ ഈ മഞ്ഞപ്പട്ടുണ്ടല്ലോ, ഇത് ഞാൻ എൻ്റെ കൃഷ്ണന് ചാർത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മേടിച്ചത്. ഇപ്പോൾ വിഷു വരുന്നതിന് മുന്നേ തന്നെ ഈ മഞ്ഞപ്പട്ട് ഉടുത്ത് ഒന്ന് കൃഷ്ണനെ ഒരുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നേ. അങ്ങനെ ഞാൻ മേടിച്ചതാണ്. കുറേ ആയിട്ട് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നാണ് നമുക്ക് സമയം കിട്ടിയത്. അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ഒരു കോട്ടൺ ടൈപ്പിലുള്ള മെറ്റീരിയൽ അല്ല കേട്ടോ. ഇവിടെ നമ്മൾ ആദ്യം പോയ മാർക്കറ്റിൽ അവിടെ ഒരു തുണിക്കടയിൽ നമ്മുടെ നാട്ടിലത്തെ മഞ്ഞക്കോടി ഉണ്ടല്ലോ, മഞ്ഞക്കോടി എന്നറിയത്തില്ലേ, ആ സംഭവം കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പോയപ്പോഴത്തേക്കും കട തുറന്നിട്ടില്ല. അപ്പം ഞാൻ എന്തായാലും രണ്ടാമത് പോയ മാർക്കറ്റിൻ്റെ അവിടുത്തെ ഒരു റെഡിമെയ്ഡ് ഷോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് ഈ ഒരു മഞ്ഞത്തുണി മേടിക്കുകയാണ് ചെയ്തത്. മഞ്ഞപ്പട്ടാണ് ഇത്, കോട്ടൺ അല്ല, സിൽക്ക് പോലത്തെ അങ്ങനത്തെയാണ്. അപ്പം ഞാനിത് കട്ട് ചെയ്തിട്ട്, എൻ്റെ കൃഷ്ണൻ വളരെ ചെറുതാണ്, അപ്പോൾ അതുകൊണ്ട് കൃഷ്ണൻ്റെ സൈസിന് അത് കട്ട് ചെയ്ത് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഉടുത്തൊരുക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം ഞാൻ ഇതിന് മുന്നേ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ ഭയങ്കര ഒരു കൃഷ്ണഭക്തയാണ്. എനിക്ക് അതെന്താണെന്ന് അറിയത്തില്ല കേട്ടോ. എപ്പോഴും എൻ്റെ മനസ്സിൽ കടന്നു കൂടിയതാണ് കൃഷ്ണൻ്റെ ആ ഒരു ഇത്. പിന്നെ അതിനുശേഷം ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു ഈശ്വരനെന്ന് പറയുന്നത് കൃഷ്ണനാണ്. എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം ഞാൻ പങ്കുവയ്ക്കുന്നത് എൻ്റെ കൃഷ്ണനോടാണ് കേട്ടോ. എൻ്റെ പൂജാ റൂമിൽ ഇങ്ങനെ ഒരു കൃഷ്ണനെ മേടിക്കണമെന്ന് കുറേ കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ട്, ഒരു 2-3 വർഷം മുന്നേ ഇതുപോലൊരു വിഷുക്കാലത്ത് ഞാൻ മേടിച്ചതാണ് ഈ കൃഷ്ണനെ. അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ണിക്കണ്ണനുണ്ട്, കൃഷ്ണനും രാധയും ഉണ്ട്, പിന്നെ ഗുരുവായൂരപ്പനുണ്ട്, ഈ കൃഷ്ണനുണ്ട്, ചെറിയൊരു കൃഷ്ണനും രാധയൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ പൂജാ റൂമിൽ ഫുള്ള് കൃഷ്ണൻ്റെ ഇതാണ് കൂടുതലായിട്ടും വെച്ചേക്കുന്നത്. അങ്ങനെ എൻ്റെ കൃഷ്ണനെ ഒരുക്കി എല്ലാം കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം വന്ന് ഭക്ഷണം കഴിച്ചേട്ടോ. രാവിലെ തന്നെ ഫ്രൈഡ് റൈസും സോയാബീൻസ് കീമയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ മുന്നേ തന്നെ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഫ്രൈഡ് റൈസ് റെസിപ്പി ചെയ്തിട്ടുണ്ട്. സോയാബീൻസ് കീമ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. മീൽ മേക്കറാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞാനാണെങ്കിൽ നമുക്ക് 1-2 തുണി ഇങ്ങനെ ആൾട്ടർ ചെയ്യാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് എടുത്ത് ഒന്ന് ആൾട്ടർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഇതെനിക്ക് ഹസ്ബൻഡ് മേടിച്ച് തന്നിട്ടുള്ളതാണ് ഈ റീസെൻ്റായിട്ട്. ഇത് ഇവിടെ അടുത്തൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. റേറ്റ് കുറച്ച് കൂടുതലാണ്, 1000 ആയി. പക്ഷേ നല്ല മെറ്റീരിയലാണ്. നല്ല മെറ്റീരിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിഭാഗത്ത് ലൈനിങ് ഇട്ടിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. ലാവൻഡർ കളറാണ്. എനിക്ക് ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് കേട്ടോ ഈ ഒരു ലാവൻഡർ കളർ എടുക്കണമെന്ന്. ഓണിയൻ സ്കിന്നിൻ്റെ കളറല്ലേ, അതിനേക്കാളും കുറച്ചും കൂടി ഡാർക്കാണ്. ഇത് ശരിക്കും ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ. വീഡിയോയിൽ കാണുന്നേക്കാളും കുറച്ചും കൂടി നല്ല ഭംഗിയാണ് ഈ കളർ കാണാനായിട്ട്. മാത്രമല്ല ഗോൾഡൻ ഷെയ്ഡും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ലാവൻഡറാണ് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഈ കളർ കണ്ട ഉടനെ തന്നെ ചാടി വീണ് അത് എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് ഹസ്ബൻഡ് ഇത് മേടിച്ച് തന്നത്. ഇത് പിന്നീട് വേറൊരു ദിവസം മാക്സിൽ നിന്ന് എടുത്തതാണ്.
അപ്പോൾ ഇത് ഞാൻ എടുക്കണമെന്നും പറഞ്ഞിട്ടൊന്നും അല്ല പോയത്. എമ്പുരാൻ കാണാനായിട്ട് ഞങ്ങൾ പോയിട്ട് രണ്ടാമത്തെ തവണ കാണാൻ പോയി എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഇതാണെങ്കിൽ എനിക്ക് അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. കാരണം ഇത് 700 അടുപ്പിച്ചായി. 699 മറ്റോ ആയിരുന്നേ ഇതിൻ്റെ റേറ്റ്. പക്ഷേ ഒട്ടും കട്ടിയില്ലാത്തതായിട്ട് എനിക്ക് തോന്നി. സ്റ്റുഡിയോയിലാണെന്നുണ്ടെങ്കിൽ ഒരു 499 അല്ലെങ്കിൽ 399 ഒക്കെ നമുക്ക് കുറച്ചും കൂടി കട്ടിയുള്ളൊരു റയോൺ ടൈപ്പ് പോലത്തെ പ്യുവർ കോട്ടൺ അല്ലാത്ത മിക്സഡ് ആയിട്ട് വരുന്നത് കിട്ടും. ഇത് പക്ഷേ പ്യുവർ കോട്ടൺ ആണ്. ഇതിൻ്റെ കളർ പോകുമെന്ന് അറിയത്തില്ല കേട്ടോ. പിന്നെ ഹസ്ബൻഡിൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാനിത് എടുത്തത്. അപ്പം ഞാനിത് ആയിരിക്കും മിക്കവാറും ബർത്ത്ഡേയിലാണ് ഇടുന്നത്. മറ്റേ ഡ്രസ്സ് ഞാനൊരു സ്ഥലത്ത് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്ക് ഇടാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അത് എവിടെയാണെന്നുള്ളത് സീക്രട്ടായിട്ട് തന്നെ ഇരിക്കട്ടെ, നമ്മുടെ വരുന്ന വ്ളോഗിലൊക്കെ കാണാം. പിന്നെ ഇതാണെങ്കിൽ ആമിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് ശരിക്കും നമുക്ക് വിഷുവിന് ഇടാൻ വേണ്ടിയിട്ടാണ് മേടിച്ചത്. പക്ഷേ ഞാനിപ്പോൾ അവൾക്ക് വിഷുവിന് ഇടുന്നില്ല. ഞാൻ പറഞ്ഞില്ല നമ്മളൊരു സ്ഥലത്ത് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. അവിടെ പോകുമ്പോഴത്തേക്കും ഇടാമെന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. അവൾക്ക് വിഷുവിന് ഇടാനായിട്ട് വേറെ ഒരെണ്ണം ഉണ്ട്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനിടയിൽ തന്നെ നമുക്ക് ഇടയ്ക്ക് വെച്ചൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. റീസെൻ്റായിട്ട് വന്നൊരു കമൻറ്റാണ്, സ്റ്റിച്ചിങ് ചെയ്യാൻ അറിയാമോ, സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയും കൂടി ഉൾപ്പെടുത്തുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാനാണെങ്കിൽ സ്റ്റിച്ചിങ് അങ്ങനെ എപ്പോഴും ഒന്നും ചെയ്യാറില്ല കേട്ടോ. എനിക്ക് നല്ല മടിയാണ്. ഞാനിങ്ങനെ ഇതുപോലെ ഡ്രസ്സുകൾ പുതിയത് മേടിക്കുമ്പോഴത്തേക്കും സൈഡൊന്ന് ആൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് യൂസ് ചെയ്യുള്ളൂ. പിന്നെ ഞാൻ ഫാഷൻ ഡിസൈനിങ് സെപ്പറേറ്റ് ആയിട്ട് കോഴ്സായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. ചുരിദാറിൻ്റെ ടോപ്പും പാൻറ്റും അടിക്കാനാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അന്ന് ബ്ലൗസും കൂടി കട്ട് ചെയ്ത് തയ്ക്കുന്നതും കൂടി അതിൽ കോഴ്സിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് എൻ്റെ മാരേജ് ഫിക്സ് ചെയ്ത കാരണം കൊണ്ട്, മാരേജിൻ്റെ ഡേറ്റ് അടുത്തത് കൊണ്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. എല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിലും കുറേശ്ശെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയാണ് കേട്ടോ പഠിച്ചിട്ടുള്ളത്. പക്ഷേ അന്ന് എനിക്ക് ചുരിദാർ തയ്ക്കാനായിട്ട് പഠിച്ച കാരണം കൊണ്ട് എനിക്ക് സ്റ്റിച്ചിങ് ചുരിദാർ നന്നായിട്ട് തയ്ക്കാനായിട്ട് അറിയാം. ഞാൻ മുന്നേയൊക്കെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ പഴയ നൈറ്റിയും സാരിയൊക്കെ വെട്ടി തയ്ക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ്, ആൾട്ടർ ചെയ്യാറാണുള്ളത്. അങ്ങനെ ചെയ്യുന്ന സമയത്തൊക്കെ വീഡിയോ എടുക്കാറുണ്ട്. പിന്നെ ആ കുട്ടി എന്നോട് ചോദിച്ചത് സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിന് എന്തെങ്കിലും ഹോം റെമഡി ഉണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. കമൻറ്റിൽ തന്നെ റിപ്ലൈ കൊടുത്തായിരുന്നു കേട്ടോ. പക്ഷേ പുള്ളിക്കാരി കണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. നമ്മുടെ വ്ളോഗ് നമ്പർ 80 ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. 80 ആണ്. നമ്മുടെ ചാനലിൽ കയറിയിട്ട് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. വ്ളോഗ് നമ്പർ 80 അത് കണ്ടാൽ മതി കേട്ടോ. ഈ സ്റ്റിച്ചിങ് വരുമ്പോഴുണ്ടാകുന്ന ബാക്ക് പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഹോം റെമഡിയാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആൻറ്റിയാണ് അത് പറഞ്ഞു തന്നത്. കമ്മ്യൂണിറ്റി ടാബിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഒന്നുകൂടി ഷെയർ ചെയ്തേക്കാം. നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു റെമഡിയാണ് കേട്ടോ. ഞാനത് ചെയ്തതിന് ശേഷം എനിക്ക് നല്ലതായിട്ട് ബാക്ക് പെയിൻ കുറഞ്ഞായിരുന്നു. 1-2 കാര്യങ്ങളും കൂടി നമ്മൾ ഡെയിലി ലൈഫിൽ ശ്രദ്ധിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളത് ചെക്ക് ചെയ്താൽ മതി കേട്ടോ, കണ്ടിട്ടില്ലെങ്കിൽ. പിന്നെ നമ്മുടെ ഡ്രസ്സസ് എല്ലാം ആൾട്ടർ ചെയ്തെടുത്തു. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഇത് ഒന്ന് ഇട്ട് കാണാനുള്ളൊരു കൊതിയിലാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ ഇത് പലാസോ സെറ്റായിട്ടാണ് വരുന്നത്. ഷോളും കൂടി ഉണ്ട്, അടിപൊളി കളറാണ്. അങ്ങനെ ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്കി. അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തു. പിന്നെ ഈവനിങ് ആണ് വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. ആമിയാണെന്നുണ്ടെങ്കിൽ ഇതിനിടയിൽ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഇന്ന് ട്യൂഷന് പോകണം. അപ്പോൾ അതിന് മുന്നേ തന്നെ ഹസ്ബൻഡിന് ഇന്ന് ഡ്യൂട്ടിക്ക് പോകണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഹസ്ബൻഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് മാവൊക്കെ ഇന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഞാനങ്ങനെ റെഡിമെയ്ഡ് ചപ്പാത്തി മേടിക്കാറേ ഇല്ല കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് റെഡിമെയ്ഡ് ചപ്പാത്തി. കടയിൽ നിന്ന് മേടിച്ച് നമ്മളിങ്ങനെ ചുട്ടെടുക്കത്തില്ലേ, അതെനിക്ക് എനിക്ക് അറിയത്തില്ല കേട്ടോ. എനിക്ക് പണ്ട് മുതലേ എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല. എൻ്റെ വീട്ടിലെ അമ്മയൊക്കെ അതൊക്കെ മേടിക്കാറുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും മാവ് കുഴച്ച് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഹസ്ബൻഡിനാണെങ്കിലും 3 ചപ്പാത്തിയൊക്കെ മതി. പിന്നെ എനിക്കും ആമിക്കും 3 എണ്ണം. ഞാൻ 2 എണ്ണം കഴിക്കും, ആമി 1 എണ്ണം കഴിക്കും. ഒരു 7 എണ്ണമൊക്കെ മതിയാവും കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാനങ്ങ് വീട്ടിൽ തന്നെ ചെയ്യും. നാട്ടിൽ നിന്ന് അമ്മയൊക്കെ വരുമ്പോഴത്തേക്കും തിരികെ പോകുന്ന സമയത്ത് ഞാനിതുപോലെ കയ്യിൽ കുഴച്ചൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്കും അമ്മ വഴക്ക് പറയും കേട്ടോ, ഇതുപോലെ കടയിൽ നിന്ന് മേടിച്ചാൽ പോരെയെന്ന്. പക്ഷേ എനിക്ക് അത് കഴിക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. എനിക്ക് എൻ്റെ ടേസ്റ്റും പറ്റത്തില്ല. ഹസ്ബൻഡിന് ഇന്ന് ഞാൻ ബ്രൊക്കോളിയാണ് കൊടുത്തുവിടാനായിട്ട് പോകുന്നത് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പിയൊക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുത്തിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഡീറ്റെയിൽ റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആമി ഇതിനിടയിൽ ട്യൂഷന് പോയിട്ടുണ്ട്.
ഉണ്ട്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡിന് ഇതുപോലെ ഡ്യൂട്ടി ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ എനിക്ക് നേരത്തെ തന്നെ പണികളാവും കേട്ടോ. ഡിന്നറിന് ഞങ്ങൾക്കും കൂടി ചേർത്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നൈറ്റ് ഇനി കിച്ചണിൽ കയറേണ്ട കാര്യമില്ല. ആമിക്ക് എക്സാം ആയ കാരണം കൊണ്ട് അവളെ പഠിപ്പിക്കുകയും വേണം. അതുകൊണ്ട് നേരത്തെ തന്നെ കിച്ചണിൽ നിന്ന് ഞാൻ പണിയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങും കേട്ടോ. പിന്നെ നമ്മുടെ ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു വ്ളോഗിൽ എൻ്റെ ഫ്രണ്ട് അഞ്ചു തന്നെയാണ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ചപ്പാത്തി പരത്തുന്നത് കാണുമ്പോഴേ അറിയാം എക്സ്പേർട്ട് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. പണ്ടത്തെ എൻ്റെ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് കാണണം കേട്ടോ. അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് പോലെയൊക്കെ ഇരിക്കും. അത് ഒട്ടും എനിക്ക് ശരിയാവത്തേ ഇല്ലായിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്കും അത് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് വന്നപ്പോഴത്തേക്കും നല്ലതായിട്ട് വരുന്നുണ്ട്. പിന്നെ ഞാൻ ഓയിൽ ചേർക്കാതെയാണ് ചപ്പാത്തി ചുട്ടെടുക്കുന്നത് കേട്ടോ. പിന്നെ ഞാനൊരു ഹെയർ ഗ്രോത്തിൻ്റെ ഒരു ഡ്രിങ്കും കൂടി കാണിച്ചു തരാം. നമ്മുടെ ഓർഗാനിക് കുക്കുംബറും പിന്നെ ഒരു നെല്ലിക്കയും ഇതുപോലെ 1-2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞങ്ങൾ ഡെയിലി ഇതുപോലെ ഒരു കുക്കുംബർ ജ്യൂസ് എടുക്കാറുണ്ട്. ചില സമയത്ത് ഞാനിതുപോലെ പുതിന ഇല ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. എനിക്ക് ഹസ്ബൻഡാണ് ഈ ഒരു ജ്യൂസിനെ കുറിച്ച് പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ കറിവേപ്പില ചേർത്തിട്ടാണ് അടിച്ചെടുക്കുന്നത്. കറിവേപ്പില അറിയാമല്ലോ, നമുക്ക് ഹെയർ ഗ്രോത്തിന് ബെസ്റ്റ് സംഭവമാണ്. ഒരുപാട് ചേർക്കരുതേ. ഇതിപ്പോൾ 2 പേർക്ക് കഴിക്കാനായതുകൊണ്ടാണ് 2 തണ്ട് കറിവേപ്പില എടുത്തത്. ഇപ്പോൾ ഒരാളിനാണെന്നുണ്ടെങ്കിൽ 1 തണ്ട് കറിവേപ്പിലയും 1 നെല്ലിക്കയും 1 കുക്കുംബറും, ഇതാണ് അതിൻ്റെ കണക്ക് കേട്ടോ. ആമിക്ക് കൊടുക്കില്ല, ഞാനും ഹസ്ബൻഡുമാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 2 പേർക്കുള്ള കണക്കിനാണ് ഇത് അരച്ചെടുത്തേക്കുന്നത്. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ, ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ചില സമയത്ത് ഇതിൽ തന്നെ കുറച്ച് പുതിനയും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. കറിവേപ്പില ഇല്ലാതെയാണെന്നുണ്ടെങ്കിൽ ഡെയിലി നമ്മളിത് കുടിക്കുമ്പോഴത്തേക്ക് നമുക്ക് മടുത്തു പോവില്ലേ. അതുകൊണ്ട് ചില ദിവസങ്ങളിൽ ഞാൻ പുതിന ഇല ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അങ്ങനെ ഹസ്ബൻഡിന് ഉപ്പില്ലാതെ ജ്യൂസ് കൊടുത്തു, ഞാൻ ഉപ്പിട്ടിട്ടാണ് കുടിച്ചത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വ്ളോഗ് എടുത്തത് സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ആമി ട്യൂഷന് പോയിട്ട് വന്നിട്ട് എന്നോട് പറയുവാണ്, അമ്മയ്ക്കൊരു സർപ്രൈസ് ഉണ്ട്, ഒന്ന് പെട്ടെന്ന് വരാനായിട്ട്. ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഉണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കുതിര വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കുതിരകൾ ഇങ്ങനെ 2 പേര് ഇങ്ങനെ വരാറുണ്ട്, 2 കുതിര വരാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മേയാനായിട്ട് വിട്ടേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്കത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര കൗതുകം തോന്നി. ഞാൻ വന്നിട്ട് വീഡിയോ എടുത്തു കേട്ടോ, നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കുതിരയെ നമ്മൾ കാണുന്നത് സാധാരണ ബീച്ചിലൊക്കെ പോകുമ്പോഴല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇത് വന്നപ്പോഴത്തേക്കും ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് എടുത്താണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ പക്ഷിമൃഗാദികളുടെയൊക്കെ വീഡിയോ എടുക്കുന്നത് കാണാറുണ്ട് ആമി. പിന്നെ ഇടയ്ക്ക് വെച്ച് ഇതുപോലെ നിവേദയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് ഈ മൃഗങ്ങളെയൊക്കെ കാണിക്കുന്നത് കൊണ്ട് മോനെയും കൂടി വീഡിയോ കാണിച്ചു കൊടുക്കും, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കണ്ടുകൊണ്ടിരിക്കുമെന്ന് കേട്ടോ. അപ്പം ഞാനും ഒരു മൃഗസ്നേഹിയാണ്, ഒരു പ്രകൃതി സ്നേഹിയാണ്. ഞാനിങ്ങനെ പുറത്തെപ്പോഴും നോക്കാറുണ്ട് കേട്ടോ, പുതിയ ഏതെങ്കിലും ബേർഡ്സോ ഏതെങ്കിലും അനിമൽസൊക്കെ വന്നിട്ടുണ്ടെങ്കിലോ ഒന്ന്. പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആമിക്ക് ഇതിനോടൊന്നും ഒട്ടും താല്പര്യമില്ല കേട്ടോ. എന്നോട് ഹസ്ബൻഡ് എപ്പോഴും പറയും, ഞാനാണ് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇത്രയും എക്സൈറ്റ്മെൻറ്റ് കാണിക്കുന്നതെന്ന്. ഇടയ്ക്ക് വെച്ച് ഇവിടെ മയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഒരു വ്ളോഗിലൊക്കെ ഞാനത് ഷെയർ ചെയ്തായിരുന്നു. പിന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഈ പശുക്കളെയൊക്കെ മേയാനായിട്ട് വിട്ടേക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് വെച്ചേക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കാണാനായിട്ട്. അടുത്തൊന്നും പോകത്തില്ല കേട്ടോ, ഭയങ്കര പേടിയാണ്. ദൂരെ നിന്നൊക്കെ കാണാനും വീഡിയോ എടുക്കാനും ഒക്കെ. ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ, നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഇവരൊക്കെ വരുന്നത് നമ്മുടെ ഒരു ഭാഗ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.